30,000 രൂപ മുടക്കി സെറാമിക് കോട്ടിംഗ് ആണോ അതോ വെറും 1000 രൂപയുടെ താഴെയുള്ള സെറാമിക് വാഷാണോ ബെസ്റ്റ് എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു സ്വിഫ്റ്റ് ഡിസയർ നമ്മൾ പ്രീമിയം സെറാമിക് വാഷാണ് കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ബിഫോർ കണ്ടീഷനിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും വണ്ടിയുടെ എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും നല്ല രീതിയിലുള്ള അഴുക്കുകളും ഡസ്റ്റും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. സോ പ്രീമിയം സെറാമിക് വാഷിൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയറിൻ്റെ എക്സ്റ്റീരിയർ നല്ല ഡീപ്പ് ക്ലീനിങ് അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ക്ലീനിങ് എന്തായാലും 100% കിട്ടുന്നതാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വീൽസ് ആൻഡ് വീൽ ആർച്ചിൽ നിന്നാണ്. ഫസ്റ്റ് വണ്ടിയുടെ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീലും വീൽ ആർച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ എക്സ്റ്റീരിയറിലുള്ള ഇതുപോലുള്ള കറകൾ അഴുക്കുകൾ നമ്മളൊന്ന് ഡൈല്യൂട്ട് ചെയ്യും. നമ്മുടെ ഒരു കെമിക്കൽ വെച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ഇത് പറഞ്ഞ പോലെ വാക്യൂം നമ്മൾ പ്രീമിയം ഫുൾ വാഷിലുള്ളതാണ്. വാക്യൂം ചെയ്യുന്നതിന് മുന്നേ ഡസ്റ്റ് ലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യാറുണ്ട്. ഇതുപോലെ നിറ്റഡ് സർഫസസ് ആയിക്കോട്ടെ, വണ്ടിയുടെ അകത്തുള്ള നൂക്സ് ആൻഡ് കോർണേഴ്സും മാക്സിമം പരമാവധി എത്തിപ്പെടാൻ പറ്റാവുന്ന അല്ലെങ്കിൽ ബ്രഷുകൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്ത് എന്തായാലും ലിഫ്റ്റ് ചെയ്യണം ഡസ്റ്റിന്. അത് നമ്മൾ എല്ലാ വണ്ടിയിലും ചെയ്യാറുണ്ട്. ഇത് പ്രീമിയം വാഷിന് മാത്രമല്ല കേട്ടോ. പ്രീമിയം വാഷിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഏത് പാക്കേജ് എടുത്താലും വാഷ് പാക്കേജിൽ നമ്മൾക്ക് ഡസ്റ്റ് ലിഫ്റ്റിങ് എല്ലാറ്റിലും ഉള്ളതാണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ്. അതിനുശേഷം മാറ്റ്സ് ക്ലീനിങ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ടുള്ള വാക്യൂമിംഗ് ആണ്. വണ്ടിയുടെ ഇൻറ്റീരിയർ മാക്സിമം നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ പോർഷൻസും നമ്മൾ വാക്യൂം ചെയ്ത് ഡസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഇനീഷ്യലി നമ്മൾ വീലിൽ ക്ലീനേഴ്സും കാര്യങ്ങളൊക്കെ വീലും വീലർച്ചും നമ്മൾ സ്പ്രേ ചെയ്ത് അഴുക്കളൊന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വന്ന് റിൻസ് ചെയ്ത് ഈ റിൻസിൽ തന്നെ ഒരു ഓൾമോസ്റ്റ് അഴുക്കുകളൊക്കെ ഒന്ന് ഡൈല്യൂട്ടായി പോയിട്ടുണ്ടാവും. അതിനുശേഷം വീൽ ക്ലീനിങ് ആണ്. വീൽ ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ക്ലീനിങ് തന്നെയാണ്. വീൽ ക്ലീനറിന് നമ്മൾ തന്നെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ക്ലീനർ ഷാമ്പൂ ആണത്. അത് യൂസ് ചെയ്ത് ഫുള്ളായിട്ട് ഷാമ്പൂ ചെയ്തതിന് ശേഷം ഡീറ്റെയിലിംഗ് ബ്രഷസ് യൂസ് ചെയ്ത് വീൽ കപ്പ് അല്ലെങ്കിൽ അലോയ് വീൽസ് ആണെങ്കിൽ അലോയ് വീൽസ്, ടയർ, വീൽ ആർച്ചസ് ഇതെല്ലാം ക്ലീൻ ചെയ്യും. അതിനുശേഷം അണ്ടർ ബോഡി വാഷാണ്. നമുക്ക് അണ്ടർ ബോഡി ലാൻഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 100% ഒരു ലിഫ്റ്റിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ലെങ്കിൽ പോലും അണ്ടർ ബോഡി വാഷ് ലാൻഡ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രഷർ വാഷർ ബെനിഫിഷ്യൽ തന്നെയാണ്. ദെൻ അണ്ടർ ബോഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീൽ ഒന്നും കൂടെ റിൻസ് ചെയ്ത് നമ്മൾ ആ ഷാമ്പൂ ചെയ്ത് ഡീറ്റെയിൽ ചെയ്തതിന് ശേഷമുള്ള റിൻസിങ് ആണ് കേട്ടോ വീൽസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീൽസ് ക്ലീനായി. ദെൻ നമ്മൾ പ്രീ വാഷാണ്. പ്രീ വാഷ് നമ്മുടെ 1 സ്റ്റെപ്പ് ക്ലീനിങ് മെത്തേഡാണ്. 1 സ്റ്റെപ്പ് തന്നെയാണ് ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ പ്രീമിയം വാഷ് ആയതുകൊണ്ട് മാത്രമല്ല പ്രീ വാഷ് ഏത് വാഷ് പാക്കേജ് എടുത്താലും അവൈലബിൾ ആണ്. പ്രീ വാഷ് ചെയ്തതിന് ശേഷം മാത്രം വാഷ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം പ്രീ വാഷ് ചെയ്യുമ്പോൾ എക്സ്റ്റീരിയറിലുള്ള അഴുക്കുകളെ ഒരു പരിധി വരെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാനും അത് ഇതുപോലെ ഫസ്റ്റ് റിൻസ് ചെയ്യുന്ന സമയത്ത് സ്ക്രാച്ചസ് ആവാതെ നമ്മുടെ എക്സ്റ്റീരിയർ പെയിൻറ്റിന് സ്ക്രാച്ചസ് ആവാതിരിക്കാനും ഒന്ന് ഹെൽപ്പ് ചെയ്യും. നമ്മൾ റിൻസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലൊരു പ്രോപ്പറായിട്ടുള്ളൊരു വാക്സ് ഷാമ്പൂ ആണ്. വാക്സ് ഷാമ്പും ഇതേ പറഞ്ഞ പോലെ പ്രീമിയം വാഷിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഏതൊരു നോർമൽ വാഷിലും നമ്മൾ സെയിം ക്വാളിറ്റി ഷാമ്പൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലൊരു പ്രീമിയം ക്വാളിറ്റി വാക്സ് ഷാമ്പൂ വെച്ച് നല്ല ഡൈല്യൂഷൻ തന്നെയാണ്. ഒരിക്കലും ഒഴുകി പോകുന്ന അല്ലെങ്കിൽ അത്രയും ലൂസായിട്ടുള്ള ഡൈല്യൂഷൻ അല്ല, തിക്കായിട്ടുള്ള ഫോം തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനുശേഷം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള പോലെ സോഫ്റ്റ് വാഷിംഗ് മിറ്റ്സ് ആണ്. വളരെ സോഫ്റ്റാണ്. ഇത് മൈക്രോ ഫൈബറിനേക്കാളും സോഫ്റ്റ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി വാഷ് മിറ്റ്സ് ആണ്. ഇത് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഏത് വാഹനങ്ങളും പ്രീമിയം വാഷ് മാത്രമല്ല ബേസിക് വാഷ് പോലും നമ്മൾ ഇതേ വാഷ് മിറ്റ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്, സോഫ്റ്റ് വാഷ് മിറ്റ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഈ വാഷ് മിറ്റ്സ് ഒരിക്കലും നമ്മൾ റണ്ണിങ് ബോർഡിലോ അല്ലെങ്കിൽ ഏറ്റവും ലോവർ പോർഷൻസിൽ നമ്മൾ യൂസ് ചെയ്യില്ല. ലേശം മുകളിലോട്ടുള്ള, അതായത് റണ്ണിങ് ബോർഡിന് മുകളിലോട്ടുള്ള പോർഷൻസ് മുതൽ ഫുൾ വെഹിക്കിൾ നമ്മൾ ഈ വാഷ് മിറ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യുക. പ്രീമിയം വാഷ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ നൂക്സ് ആൻഡ് കോർണേഴ്സ്, എഡ്ജസ്, മാക്സിമം ഏരിയാസ് എക്സ്റ്റീരിയറിൽ നമ്മൾ ഇതുപോലെ ഡീറ്റെയിലിംഗ് ബ്രഷ് യൂസ് ചെയ്ത് ഇതേ വാക്സ് ഷാമ്പൂ ഉള്ള ഫോമ വെച്ചിട്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് ബ്രഷ് ചെയ്ത് കളയും. ഇതുപോലുള്ള ഡീറ്റെയിൽഡ് വാഷ് നമ്മുടെ വെഹിക്കിളിന് റെഗുലറായിട്ട് കിട്ടുമ്പോൾ ഒരു ബെനിഫിറ്റ്, ഓവർ എ പീരീഡ് ഓഫ് ടൈം എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും ഉള്ള അഴുക്ക് ഡെപ്പോസിറ്റ്സിനെ അത് പെർമനൻ്റ് ആവാതെ നമുക്ക് അതിന് മുന്നേ തന്നെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്ത് കളയാൻ പറ്റും. ഒരിക്കലും ഒരു 6-7 മാസത്തിന് ശേഷം ഒരു പ്രീമിയം വാഷ് ചെയ്യുന്നതിൽ വലിയ റിസൾട്ട് ഉണ്ടാവില്ല. ഇതുപോലത്തെ ഡോർ ജാംസിലും ഡോറിൻ്റെ ഗ്യാപ്പുകളിലൊക്കെ നമ്മളിപ്പോൾ ഈ ഡീറ്റെയിൽ വാഷ് ചെയ്യുന്ന റെഗുലറായിട്ട് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും. അതിനുശേഷം ഈ ഡീറ്റെയിലിംഗ് ബ്രഷ് വെച്ച് എക്സ്റ്റീരിയറിൽ ഫുള്ളായിട്ട് ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും റിൻസ് ചെയ്ത്
ഫുള്ളായിട്ട് ഷാംപൂസും ക്ലീനേഴ്സും കാര്യങ്ങളെല്ലാം റിൻസ് ചെയ്ത് കളയും. ഈ റിൻസിന് ശേഷമാണ് നമ്മുടെ സോഫ്റ്റ് ഡ്രൈയിങ് എന്ന് വെച്ചാലും അതും നമ്മൾ വീണ്ടും ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് പോലെ പ്രീമിയം വാഷിന് വേണ്ടി മാത്രമല്ല നമ്മുടെ ഈ പ്രൊസീജിയേഴ്സ്. പ്രീമിയം വാഷിൽ രണ്ട് കാര്യങ്ങളാണ് ആഡ് ആവുന്നത്. ഒന്ന് എക്സ്റ്റീരിയർ ഫുള്ളായിട്ടുള്ള ബ്രഷിങ്, ദെൻ രണ്ടാമത്തെ ഒരു കാര്യം സെറാമിക്കിൻ്റെ ഹൈബ്രിഡ് കോട്ട് ആഡ് ആവുന്നു. ഈ രണ്ട് കാര്യമല്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ നോർമൽ ഏത് വെഹിക്കിൾ വന്നാലുള്ള വാഷ് പാക്കേജസിലും ഉള്ളതാണ്. ഈ സോഫ്റ്റ് ഡ്രൈയിങ്ങിൽ മാക്സിമം സ്ക്രാച്ചസ് വരാതെ നമുക്ക് നോക്കാൻ പറ്റും. നല്ല പ്രീമിയം ക്വാളിറ്റി ക്ലോത്ത്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം വെഹിക്കിൾ ഒന്ന് നമ്മൾ തുടച്ചതിന് ശേഷവും ബാക്കിയുള്ള വാട്ടർ നമ്മൾ എയർ അടിച്ചിട്ട് തന്നെയാണ് കളയുന്നത്. മാക്സിമം എയർ അടിച്ച് വെള്ളം കളഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഹൈബ്രിഡ് സെറാമിക് കോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒന്നും കൂടെ നല്ലൊരു 2 മൈക്രോ ഫൈബർ കയ്യിൽ വെച്ചിട്ടുണ്ടാവും. എപ്പോഴും ഒരു മൈക്രോ ഫൈബർ വെച്ച് ഫുള്ളായിട്ട് വെഹിക്കിൾ ഡ്രൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഓരോരോ പാനൽ, അതൊരു സെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ആ സെക്ഷൻ സെറാമിക്കിൻ്റെ കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ബഫ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ബോണറ്റ് എത്രത്തോളം ഷൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽഡ് വാഷിന് ശേഷം ബിഫോറും ആഫ്റ്ററും നോക്കി നോക്കൂ, എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ വണ്ടി നമ്മുടെ ഫുൾ വർക്ക് കഴിഞ്ഞു. എക്സ്റ്റീരിയറിലുള്ള അഴുക്കുകളും കാര്യങ്ങളൊക്കെ മാക്സിമം പ്രോപ്പറായിട്ട് തന്നെ നമ്മൾക്ക് എടുത്ത് കളയാൻ പറ്റിയിട്ടുണ്ട്. ഇൻറ്റീരിയറും അതുപോലെ തന്നെ ടു ദി മാക്സിമം ലെവലിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ സർവീസ് ലാഡർ സിനിമാസിൽ ബേസ്മെൻറ്റ് പാർക്കിങ്ങിൽ അവൈലബിൾ ആണ്.